of the universe. ഞാൻ ആഡം, ഇറ്റാനിയയുടെ രാജകുമാരൻ, ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നവൻ. ഇത് വരിയൻ പുലി, ഒന്നിനും പേടിക്കാത്ത എന്റെ സുഹൃത്ത്. അത്ഭുതകരമായ ചില ശക്തികൾ എനിക്കുണ്ടെന്ന് എപ്പോൾ മനസ്സിലായി എന്നാൽ എന്റെ ഈ വാളെടുത്ത് ഈ വാക്ക് ഉച്ചരിച്ചപ്പോഴാണ്. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി, എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. വരിയൻ പുലി ബലശാലിയായ ഒരു ഉഗ്രൻ പുലിയായി മാറി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ വീരൻ. ഈ രഹസ്യം ഇനി 3 പേർക്ക് മാത്രമേ അറിയാവൂ. അവരും എന്റെ കൂടെ ചേർന്ന് ഗ്രേസ്കൽ കോട്ടയുടെ രഹസ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ദുഷ്ടശക്തിയുള്ള അസ്ഥികൂടനിൽ നിന്നും ഗ്രേസ്കൽ കോട്ടയെ കാത്തു സൂക്ഷിക്കുന്നു. നിന്റെ ഈ പുതിയ അഭ്യാസ യന്ത്രം വിജയിച്ചിരിക്കുന്നു വീരമിത്ര. നിങ്ങളുടെ അഭിനന്ദനത്തിന് നന്ദി. ഈ പൊടികളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. രാജകുമാരൻ ഉടൻ തന്നെ വിരുന്ന് സൽക്കാരത്തിന് പോയേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നമാകും. നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഭയങ്കര ആഘോഷമായിരിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ മായൻ നിങ്ങൾക്ക് അതിഗംഭീരമായ ഒരു മാജിക് ചെയ്ത് കാണിക്കാൻ പോകുന്നു. അയ്യോ, എന്താ ഇത് ഇങ്ങനെയായത്? അവൻ ആ മാന്ത്രിക വടി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേട്ടു വീരമിത്രൻ. അല്പമെങ്കിലും എന്റെ മാജിക്കിനോട് നിങ്ങൾ മര്യാദ കാണിക്കും. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു. ഇനിയാണ് മുഖ്യമായ രംഗം വരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം, ശാന്തരായിരിക്കണം. ശ്രദ്ധിക്കണേ. ഗംഭീരമായിട്ടുണ്ട്. അമ്മേ, അച്ഛാ, നമസ്കാരം. കുറച്ച് വൈകിപ്പോയി. ഇതൊന്നും ഞങ്ങൾക്ക് പുതുമയല്ല രാജകുമാരാ. സോറി മായൻ. എന്തെങ്കിലും നിങ്ങൾ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടോ? എന്നോട് ക്ഷമിക്കില്ലേ. ജോലിയായിരുന്നു കൊണ്ട് ഞാൻ നേരം പോയത് അറിഞ്ഞില്ല. അതാണ് നിങ്ങൾക്കുള്ള കുഴപ്പം. എല്ലാം നിങ്ങൾക്കൊരു തമാശയല്ലേ? ഇത്തരം പ്രവൃത്തികൾ ഒരു ഭാവി മഹാരാജാവിന് ഭംഗിയല്ല രാജകുമാര. ഈ തമാശ കാണിക്കുന്ന സ്വഭാവം തീർച്ചയായും എന്നിൽ നിന്ന് വന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ നാട് ഭരിക്കാൻ അവൻ നല്ല ഗുണങ്ങൾ പരിശീലിച്ചേ പറ്റൂ. ഞാൻ പരിശ്രമിക്കാം. എന്നാൽ കുറച്ചു നാളേക്ക് ഞാൻ സന്തോഷമായിട്ട് കഴിഞ്ഞോട്ടെ. ഓ, നല്ലത് രാജകുമാര. മായൻ, നീ നിന്റെ മാജിക് തുടരാം. അടുത്തതായി ഒരു അത്ഭുതകരമായ മാജിക് കാണിക്കാൻ പോകുന്നു മഹാരാജാവേ. സൂക്ഷിച്ചു നോക്കണം. ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അതിശയകരമായ ജീവിയെ കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നു. അവൻ ഇതുവരെ മാജിക്കിൽ കാണിച്ച അത്ഭുതം മുയൽ മാത്രമാണ്. എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് സത്യം ചെയ്യുകയാണ്. ഏയ് അതിശയ ജീവി, ഇവരുടെ മുൻപിൽ വന്ന് നിൽക്ക്. നോക്കൂ, അവന്റെ മാജിക് പ്രവർത്തിക്കാൻ തുടങ്ങി. അതെയോ? അയ്യോ, അതെ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഞാനാണോ ഇങ്ങനെ ചെയ്തത്? ഇതാരും മോഹിനി പിശാചാണോ? ഇല്ല, അങ്ങനെയൊന്നും അല്ല. ഞാൻ പെട്ടെന്ന് വന്നതിന് എന്നോട് ക്ഷമിക്കണം മഹാരാജാവേ. എന്റെ പേര് മജസ്ട്ര. ഞാനൊരു മജീഷ്യനാണ്. ഞാൻ ഇവിടെ വന്നത് എന്റെ അത്ഭുതകരമായ മാജിക് കാണിച്ച് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനാണ്. മജസ്ട്രയ്ക്ക് സ്വാഗതം. നിങ്ങളുടെ മാജിക് കാണുവാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. എങ്കിലും ഞങ്ങളുടെ രാജ്യസഭയിൽ ഒരു മജീഷ്യൻ ഉണ്ട്. എന്നാൽ അച്ഛാ, മായൻ ഇത് സമ്മതിക്കുമെന്നറിയില്ല. കാരണം തന്നെക്കാൾ കഴിവും സൗന്ദര്യവും ഉള്ള ഒരാളിവിടെ ഉള്ളതുകൊണ്ട് അസൂയപ്പെടില്ലേ? നിങ്ങൾ വിഷമിക്കേണ്ട മായൻ. ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മാജിക് കാണിക്കൂ മജസ്ട്ര. അപ്പോൾ ഞാൻ സംഗീതം തുടങ്ങട്ടെ.
ഇവിടെ ഉള്ളവരെല്ലാവരും മനോഹരമായ സംഗീതം ആസ്വദിക്കട്ടെ. ഇതെന്താ ഇത്ര വലിയ കാര്യം? അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ ആരും കാണാത്ത മായാജാലമാണ്. ദാ നോക്കൂ, അത്ഭുതകരമായ പെട്ടി. പുറമേ നിന്ന് നോക്കിയാൽ ഇത് സാധാരണ പെട്ടിയെ പോലെ തോന്നും. പക്ഷേ ഇതിനുള്ളിൽ അങ്ങനെ എന്താണുള്ളത്? നോക്കൂ, നിങ്ങൾ തന്നെ വന്ന് നോക്കൂ. ശരി, നോക്കാം. ഇപ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാക്കളെ ഈ മഹാരാജാവിനെ മായമാക്കി അപ്രത്യക്ഷമാക്കൂ. ഇതെന്താ ദുഷ്ട മായാജാലം പോലെയുണ്ടല്ലോ? ഭയപ്പെടേണ്ട, നിങ്ങളുടെ മഹാരാജാവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ദാ ഇവിടെ തന്നെയുണ്ട്. ഇതെന്തൊരു മാന്ത്രിക ശക്തി! മാജിക് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങളുടെ വിശപ്പെന്താ അധികമായോ? എങ്ങനെയുണ്ടായിരുന്നു മഹാരാജാവേ? ഗംഭീരമായിരുന്നു, വളരെ രസകരമായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന് വളരെ നന്ദിയുണ്ട്. വരൂ, നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ തരാം. ഇത്രയും നേരം എവിടെയായിരുന്നു? ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതി എല്ലാം പാഴായി പോയനെ. നീ ആവശ്യമില്ലാതെ സംശയിക്കരുത്. നമ്മുടെ പേരിൽ ആർക്കും സംശയമില്ല. എനിക്ക് ഇവരെ അത്ര വിശ്വാസമില്ല. ഏതായാലും പുറകെ ചെന്നൊന്ന് നോക്കാം. എഴുന്നേൽക്കൂ മഹാരാജാവേ, എഴുന്നേറ്റ് ഇദ്ദേഹത്തെ നോക്കൂ. എനിക്ക് ഓർമ്മയുള്ളതുവരെ ഞാൻ രാജ്യസഭയിലായിരുന്നല്ലോ. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഞാനോ? നീ സാധാരണ മജീഷ്യനല്ല. ആരാ നീ? ഞങ്ങൾ ആരാണെന്നറിയാൻ തിടുക്കമായി അല്ലേ? എന്നാൽ നോക്കിക്കോളൂ. ശൂന്യ, മൃഗമനുഷ്യ, എന്ത് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇറ്റാനിയ കോട്ടയ്ക്കുള്ളിൽ വരും? ഞാൻ എന്തിനും മടിക്കാത്തവളാണ് മഹാരാജാവേ. ഇതെന്റെ കൈവശമുള്ളതുവരെ ഇതുപയോഗിച്ച് ഈ പ്രപഞ്ചത്തിനുള്ള എന്തിനേയും എനിക്ക് മാറ്റാൻ സാധിക്കും. ഈ മന്ത്രവടികളെ കുറിച്ച് കഥകളിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതെ, കഥകളിൽ മാത്രമേ കേട്ടിട്ടുണ്ടാവൂ. പക്ഷേ ഞാനിത് ക്രിസ്റ്റൽ കടലിനടുത്തുള്ള ഗുഹയിൽ നിന്നാണ് തേടി കണ്ടുപിടിച്ചത്. ഞാനിത് എത്രയും പെട്ടെന്ന് എന്റെ തലവനായ അസ്ഥികൂടനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് നിങ്ങളിൽ ഇത് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എന്താ മനസ്സിലായോ? ഇറ്റാനിയയുടെ മഹാരാജാവായിരുന്ന നിങ്ങൾ ഇപ്പോൾ ആടുകളുടെ മഹാരാജാവായി മാറാൻ പോവുകയാണ്. ഇനി മുതൽ നീയാണ് മഹാരാജാവായി ഇവിടം ഭരിക്കാൻ പോകുന്നത്. നിന്നിലൂടെ അസ്ഥികൂടൻ ഇറ്റാനിയയിൽ അധികാരം സ്ഥാപിക്കാൻ പോവുകയാണ്. അവനെ പിടിക്ക്. ഈ രഹസ്യം പുറത്തറിയാൻ പാടില്ല. അവൻ രക്ഷപ്പെടരുത്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നു. ശരി, വിഷമിക്കേണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ രഹസ്യം തന്നെയായിരിക്കും. ഇതാ യജമാനനെ, ഞാൻ പറഞ്ഞതുപോലെ രൂപം മാറ്റുന്ന മാന്ത്രിക വടി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രമാദം സോനിയ. അടുത്ത ഘട്ട നടപടി എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്? നാളെ തന്നെ ഞങ്ങൾ രണ്ടുപേരും വേഷം മാറി ഇറ്റാലിയൻ പടകളെ ഗ്രേസ്കലിലേക്ക് തിരിച്ചയക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് നിങ്ങളെ ഞാൻ ഇത് ഏൽപ്പിക്കും. അതിനുശേഷം ഇറ്റാലിയയുടെ ശക്തി ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയാം. നീ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കണം. നീയാണ് അച്ഛനെന്ന് രാജകുമാരൻ വിശ്വസിക്കണം. മനസ്സിലായോ? നീ എന്തിനാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛാ ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നോ? വാ രാജകുമാര. കാട്ടിലുള്ള ഗ്രേസ്കൽ കോട്ടയെ കുറിച്ച് ഞാൻ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ കോട്ടയെ നമ്മുടെ നാടിനോട് ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ അച്ഛൻ പറയുന്നത്? നമുക്ക് ഗ്രേസ്കൽ കോട്ട എങ്ങനെ ഉപകരിക്കാൻ പോകുന്നു? നിനക്കിതിൽ താല്പര്യമില്ലെങ്കിൽ നീ ഇതിൽ തലയിടണ്ട. വീരമിത്ര, നമുക്കുടനെ പോണം. പടകളെ തയ്യാറാക്കൂ. അങ്ങനെ ആവട്ടെ. പെട്ടെന്ന് എന്താ ആ കോട്ടയിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നത്? നമുക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ജോലികൾ ഏറെ ഉണ്ടല്ലോ. രാജകുമാര, ഇതിനെക്കുറിച്ച് പറഞ്ഞാലൊന്നും നിനക്ക് മനസ്സിലാവില്ല. നീ ഒരു മടിയനാ. നിങ്ങൾ വരൂ, നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം.
അച്ഛൻ ഇതുവരെ ഗ്രേസ്കൽ കോട്ടയെ ആക്രമിക്കണമെന്ന് തോന്നിയിട്ടേ ഇല്ല. അദ്ദേഹത്തിന് എപ്പോഴും സമാധാനമാണ് ഇഷ്ടം. നാളെ ഇതിനെക്കുറിച്ച് ഞാൻ വിസ്തരിച്ച് പറയും. അവൻ എന്നെ കുറിച്ച് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അവനെ ഞാൻ നോക്കിക്കോളാം. ഇന്ന് രാത്രിക്ക് ശേഷം രാജകുമാരനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്ത്? ആരാണത്? ഞാനാ വന്നിരിക്കുന്നത്. നീ ഉറങ്ങിയില്ലേ? വരിയും പുലി, എന്താ ഈ സമയത്ത്? അല്ല, വേറെ ഒന്നുമില്ല. എനിക്ക് പുറത്ത് കിടക്കാൻ ഒരുമാതിരി പേടിയുണ്ടായിരുന്നു. പേടി തോന്നുന്നു എങ്കിൽ അകത്ത് വന്ന് കിടന്നു. ആരാ ഇത്? എന്ത് പൂച്ച ഇത്? ഞാനാണ് രാജകുമാര. മായൻ, നീയാണോ? ഇവിടെ ഇരിക്കുന്ന മഹാരാജാവ് വ്യാജന. മൃഗമനുഷ്യനും ശൂന്യം ചേർന്ന് ചെയ്ത പണിയാണിത്. എന്നെ രക്ഷിക്ക്. അങ്ങേര് വ്യാജനാണെങ്കിൽ എന്റെ അച്ഛനെവിടെ? ഗുഹയ്ക്കുള്ളിലിട്ട് അടച്ചിരിക്കുക. വിഷമിക്കേണ്ട മായൻ, നിന്നെ ഞാൻ സഹായിക്കാം. എന്റെ അച്ഛനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കും. നമുക്ക് പുറപ്പെടാൻ വരിയൻ പുലി. പോയേ പറ്റുന്നുണ്ടോ? ഞാൻ തനിച്ചു പോകണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാനാ? ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി. എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. ഇയാളുടെ അടുത്ത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. നമസ്കാരം രാജകുമാര. ഹീമാൻ. സൂനിയ, മൃഗമനുഷ്യൻ, നിങ്ങളോ? അപ്പോ ആഡം പേടിച്ചതിൽ കാര്യമുണ്ടായിരുന്നു. അതെ, മനസ്സിലായോ? എന്നാൽ നിനക്ക് എന്നെ തടയാൻ സാധിക്കില്ല. എന്റെ വാളിന് മാന്ത്രിക ശക്തി ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നോ സൂനിയ? മൃഗമനുഷ്യ, എന്തെങ്കിലും ചെയ്യ്. അച്ഛാ, അതെന്താണ് ശബ്ദം? ഞാനും കേട്ടു. രാജകുമാരന്റെ മുറിയിൽ നിന്നാണ് ശബ്ദം കേട്ടത്. എന്നെ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അവളെ തടയൂ. അവൾക്ക് ആ മാന്ത്രിക വടി കിട്ടാൻ പാടില്ല. അതെന്റെ കൈവശമുണ്ടെന്ന കാര്യം മറന്നുപോയോ? നല്ല കാര്യം, എനിക്ക് കാണാൻ കഴിയുന്നു. നിനക്ക് എന്റെ ശക്തിയെ തടഞ്ഞു നിർത്താം, പക്ഷേ നിന്റെ സുഹൃത്തുക്കളെ കൊണ്ട് അതിന് പറ്റില്ല. ലീലേ, കീഴടങ്ങ് ഹീമാൻ, അല്ലെങ്കിൽ ലീല എപ്പോഴും മാക്രിയായി തന്നെ ഇരിക്കേണ്ടി വരും. തീരുമാനമെടുക്കേണ്ടത് നീയാണ് ഹീമാൻ. നിന്റെ മാന്ത്രിക ശക്തിയിൽ നിന്ന് ആദ്യം ലീലയെ പുറത്തു കൊണ്ടുവരൂ. അത് പറ്റില്ല. മറ്റുള്ളവരെ അയച്ച സ്ഥലത്തേക്ക് തന്നെ ഇവരെയും ഞാൻ അയക്കാൻ പോവുകയാണ്. ഇവരെ നിനക്ക് മനസ്സിലായില്ലേ? ഇത് ഇറ്റാനിയയുടെ മഹാരാജാവാണ്, അതും മായൻ. അവരെ എല്ലാരെയും രക്ഷപ്പെടുത്ത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ കീഴടങ്ങിയേ പറ്റൂ. ഇതാ ഈ മനോഹരമായ സ്വർണ്ണ ശില്പം അസ്ഥികൂടന് സമ്മാനമായി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ ഗ്രേസ്കൽ കോട്ടയിലേക്ക് പോവുകയാണ്. ഞാൻ ഹീമനെ പോലെയുള്ള ദുഷ്ടശക്തിയുള്ള ഒരാളെ സൃഷ്ടിക്കാൻ പോകുകയാണ്. ഞാൻ ഹീമനെ പോലെ മറ്റൊരാളെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ എന്റെ ശക്തിയെ കുറിച്ച് ആലോചിച്ച് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ശേഖർ, നീ ആ ഗ്രേസ്കൽ കോട്ടയ്ക്കകത്തുള്ളവരെ പുറത്തേക്ക് അയക്കൂ. കോട്ടയ്ക്ക് പുറത്ത് അവരുടെ ശക്തി ബലഹീനമാകും. അപ്പോൾ എനിക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഈ മങ്ങിയ വെളിച്ചത്തിൽ നീ ഹീമേനാണെന്ന് അവർ തീർച്ചയായും വിശ്വസിക്കും. അവളെ വിളിക്കൂ. ഇതാ ഉടനെ വിളിക്കാം. സാഹസി, സാഹസി, എന്റെ ശബ്ദം സാഹസിക്ക് കേൾക്കുന്നുണ്ടോ? ഹീമാൻ, നിങ്ങൾ ഈ സമയത്ത് എന്തിനു വേണ്ടിയാ വന്നേ? എനിക്ക് അടി കിട്ടിയിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ. ശബ്ദവും മാറിയിരിക്കുന്നു. അസ്ഥികൂടൻ എന്നെ ആക്രമിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് വ്യക്തമായിട്ട് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ.
ഞാൻ പുറത്തേക്ക് വരാം. നിങ്ങൾ എവിടെയാ ഉള്ളത്? ആരെ അന്വേഷിക്കുന്നത്? ഞാൻ ഇവിടെ ഉണ്ട്. ശൂന്യ, നീയാണോ? നീ നിന്റെ കോട്ടയിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ നിന്നേക്കാൾ എനിക്കാണ് ശക്തി അധികം. നീ ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഈ രൂപം മാറ്റുന്ന മാന്ത്രികവടിയെ പറ്റി നീയും അറിയണം. അതേ സ്ഥലത്ത് അനങ്ങാതെ ഒരു മരം പോലെ മാറിത്തീര്. പ്രമാദം സൂന്യ. ഞാൻ അവരെ നിയന്ത്രിക്കുമായിരുന്നു, പക്ഷേ അവരുടെ തലവിധി ഇതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. എത്രയും വേഗം ഹീമാന്റെ ആൾക്കാർ അവനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തും. അവരും വരട്ടെ. അവർ വരികയാണെങ്കിൽ ഈ മന്ത്രവടിയുടെ ശക്തി കൊണ്ടും ഈ ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി കൊണ്ടും ഞാൻ അവരെ എതിർക്കും. സാഹസി, എന്റെ ഈ സാഹചര്യത്തിൽ പോലും സാഹസിയുടെ നല്ല ഉദ്ദേശങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ മാന്ത്രിക ശക്തി പ്രയോഗിച്ച് ഇതെല്ലാം ഇല്ലാതാക്കൂ. ഇല്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശൂന്യയുടെ ശക്തി വളരെ കൂടുതലാണ്. ആ ശക്തി എതിർക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമുക്കെല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ ശ്രമിച്ചേ പറ്റൂ. അതെ, ഞാൻ ശ്രമിക്കാം. ഈ ദുഷ്ടശക്തി ഞാൻ തകർക്കും. വേഗമാകട്ടെ, ആ മാന്ത്രിക വടിയെടുക്ക്. അതിന്റെ ആവശ്യമില്ല, ഇവിടെ ശേഖരുണ്ടല്ലോ. മറന്നുപോയി ഹീമാൻ, നിന്നിലുള്ള ശക്തി എന്നിലുമുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ നശിപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ? നീ അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കരുത്. ഞാൻ നിന്നെ എങ്ങനെയും നശിപ്പിക്കും. നീ ഈ കുഴിയിൽ വീഴേണ്ടത് നിന്റെ തലവരെയാണ് ഹീമാൻ. കൈതന്ന് രക്ഷിക്കണോ? നിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ കണ്ടോളൂ. വേണ്ട, നിൽക്ക്. ഈ മന്ത്രവടി കൊണ്ട് എനിക്ക് അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ അതിനു മുൻപ് എനിക്ക് നിന്നോട് ചില കണക്കുകൾ തീർക്കാൻ ബാക്കിയുണ്ട്. എന്നെയാണോ എതിർക്കുന്നത്? നല്ലപോലെ അനുഭവിക്ക്. ഞാൻ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്താണ് ഇത്ര ധൃതി? നീ ഇതിന് ഉത്തരം പറഞ്ഞു തന്നെ ആവണം. എങ്ങനെയെങ്കിലും ആ മാന്ത്രിക വടി എടുക്ക്. ധൃതി കാണിക്കരുത്. ക്ഷമിക്കണം അസ്ഥികൂട. നിന്റെ ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തേ പറ്റൂ. നന്ദി ഹീമാൻ. വരൂ, നമുക്ക് രക്ഷപ്പെടാം. ഇല്ല, ഈ മാന്ത്രിക വടിക്ക് ഇനിയും അവരെ തടയാനുള്ള ശക്തിയുണ്ട്. അബദ്ധം പറ്റിയല്ലേ? ഇതൊരു പ്രാവശ്യം ചുഴറ്റിയാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ മാറ്റും. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയാൽ വളരെ സന്തോഷം. ഞാൻ നിങ്ങൾക്ക് താക്കീത് തരികയാണ്. വീണ്ടും ഞാൻ ശൂന്യയെയും ശേഖരനെയും കൊണ്ടുവന്ന് നിങ്ങളോട് ഞാൻ പകരം ചോദിക്കും. ഇത് ഈ അസ്ഥികൂടന്റെ ശപഥമാണ്. ഞാൻ തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കും വളരെ സന്തോഷമുണ്ട് അച്ഛാ. ശരീരത്തിന് കേടുപറ്റാതെ ഇങ്ങോട്ടെത്തിയതിൽ എനിക്കും സന്തോഷമുണ്ട്. നന്ദി വരേൻ പുലി. എന്നെ പൂച്ചയാക്കി മാറ്റിയപ്പോ ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? പക്ഷെ ആ മാജിക് എങ്ങനെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല. രാജകുമാര, നിങ്ങൾ എവിടെയാ പോയത്? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സഹായമായിരുന്നേനെ. ഭാഗ്യത്തിന് ഹീമാൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. പക്ഷേ കൃത്യസമയത്ത് ആൾ എങ്ങനെ എത്തിച്ചേർന്നു? എനിക്കും ഒരു ദിവസം ഹീമാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് എന്റെ നന്ദി അറിയിക്കണം. അദ്ദേഹം എന്റെ അച്ഛനെയും രക്ഷിച്ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ് രാജകുമാര. നമുക്കെല്ലാവർക്കും ഇപ്പോൾ